ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അച്ചിങ്ങപ്പയറെന്നോ അല്ലെങ്കിൽ പച്ചപ്പയറെന്നൊക്കെ പറയും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മെഴുക്കുപുരട്ടിയൊക്കെ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 വെളുത്തുള്ളി തൊണ്ടോടുകൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യേണ്ട. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മെഴുക്കുപുരട്ടിക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 10 ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം വേണേൽ ഒരു സവാള ചേർത്താലും മതി. പിന്നെ ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടിച്ച മുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/2 കിലോ അച്ചിങ്ങപ്പയറും അതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പയറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ അച്ചിങ്ങപ്പയർ വെച്ചിട്ടുള്ള മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.